കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗ് ഇറങ്ങണതിന് മുമ്പ് അയാൾ ഇങ്ങനെ പൊക്കിയപ്പോൾ ആക്ച്വലി നമുക്ക് ഒരിക്കലും ഒരു സാധനം മുട്ട് മടക്കാതെ നമുക്ക് രണ്ട് കൈ കൊണ്ട് പൊക്കാൻ പറ്റൂല. ഇനി ഈ ഒരു വീഡിയോ ചെയ്തിട്ട് യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യൂസ് ഇല്ല. ഈ ഒരു ഇൻസിഡൻറ്റിനിടെ ആള് മരിച്ചു കഴിഞ്ഞു. ബട്ട് പബ്ലിക്കിനോട് ജസ്റ്റ് ഇതിൽ നോട്ടീസ് ചെയ്ത കാര്യം ജസ്റ്റ് ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. റീസെൻ്റ്ലി ഇപ്പം ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യം അറിയാലോ. ഏതെങ്കിലും തിരക്കുള്ള ബസ്സിൽ ഏതെങ്കിലും ഒരു ആണടുത്ത് നിൽക്കുകയാണെങ്കിൽ അതിനെ ക്യാമറയിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് പെണ്ണുങ്ങൾ വൈറലാവാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടും. അവർക്കും ഫാമിലി ഉണ്ട്, അവർക്കും മക്കളുണ്ട്, അവർക്കിനി നാളെ നാട്ടിൽ ഇറങ്ങി നടക്കേണ്ടതാണെന്നുള്ളൊരു ബോധം പോലും ഇല്ലാതെയാണ് വെറും റീച്ചിന് വേണ്ടി ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യും. ലാസ്റ്റ് ഈ ഒരു പ്രശ്നം കാരണം ഈ ഒരു ഇൻസിഡൻറ്റിന് ആള് മരിച്ചു കഴിഞ്ഞു. ഇനി വേറെ ഒന്നുമില്ല ചെയ്യാൻ. പക്ഷേ ഈ മരണപ്പെട്ട വ്യക്തിയുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ഷോട്ടിൽ നമുക്ക് ആ ഒരു ബാഗ് ക്ലിയർ ആയിട്ട് കാണാം. സെക്കൻഡ് ഷോട്ടിൽ വന്നിട്ട് ഇയാൾ ആ ബാഗ് ലിഫ്റ്റ് ചെയ്യണതാണ് ഇങ്ങനെ ടച്ച് ആയതുപോലെ ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇയാൾ അറിയാതെ അങ്ങോട്ട് ജസ്റ്റ് ടച്ച് ആയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിൽ തന്നെ ഉണ്ട് അയാളുടെ രണ്ട് കൈയും ഒരേ സമയം കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗ് ഇറങ്ങണതിന് മുമ്പ് അയാൾ ഇങ്ങനെ പൊക്കിയപ്പോൾ ആക്ച്വലി നമുക്ക് ഒരിക്കലും ഒരു സാധനം മുട്ട് മടക്കാതെ നമുക്ക് രണ്ട് കൈ കൊണ്ട് പൊക്കാൻ പറ്റൂല. അത് മെയിൻ കാര്യമാണ്. ഇത്തിരി സാമാന്യ ബോധമുള്ളവർക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് അത്രയും അങ്ങനെ ബോധമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പെണ്ണിന് ഇത്രയും നെഗറ്റീവ് വരാനും കാരണം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ബാഗ് ലിഫ്റ്റ് ചെയ്തതാണ് ഇവള് തട്ടി അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവള് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇവനെയൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ടൈറ്റിലോട് കൂടെ ഈ ഒരു വീഡിയോ ഇവൾ അപ്ലോഡ് ചെയ്തത്. എന്തിനടി ഇങ്ങനെ കണ്ടന്റിന് റീച്ചിനൊക്കെ വേണ്ടി ഒരു പാവത്തിന് ലൈഫ് അല്ലെങ്കിൽ ഒരു കുടുംബം തന്നെ നീയൊക്കെ തകർക്കണം. നിന്നെയൊക്കെ നല്ല താകൂട്ടിയും വിളിക്കാറുള്ളതുകൊണ്ടല്ല. പക്ഷെ എത്ര ആണുങ്ങൾ മരിച്ചാലും ഇനിയൊരു 100 പേര് മരിച്ചാലും കുറേണം വരും ഇനി ഇതിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവളുടെ സൈഡിൽ നിന്ന് സംസാരിക്കുക ഇനിയും കാണും. ഇത്രയൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാലും ഇനിയും വരും കുറയണം. ഇനി വേണമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളും കൂടെ അകത്ത് പോകും. ഇവിടെ കൂടുതലൊന്നും പറയണില്ല, ഉളുപ്പ് വേണമെന്നൊന്നും പറയണില്ല. ഒരു മനുഷ്യനായിട്ട് ജീവിക്കുക. എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ ലൈഫ് വെച്ച് കളിക്കണം? മനുഷ്യനായിട്ട് ജീവിക്കണ കാലം. ഈ നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യരുടെ സുരക്ഷയ്ക്കാണ്. ഇപ്പം ആണായാലും പെണ്ണായാലും കുട്ടികളായാലും അവരുടെ സുരക്ഷയ്ക്കാണ് ഈ ഒരു നിയമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഒരാൾ മരിക്കണം എന്ന് പറയുമ്പോൾ മരിച്ചതാണല്ലേ. ഇനി 100 അല്ല 1000 പേര് മരിച്ചാലും 1000 ആണുങ്ങൾ മരിച്ചാലും മാറൂല. ഇതിങ്ങനെ തന്നെ പോകും. അപ്പോൾ ഈ ഒരു കാര്യം, ഈ നോട്ടീസ് ചെയ്ത കാര്യം ജസ്റ്റ് ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. അത്രേ ഉള്ളൂ. ബൈ.